സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ വരുന്ന മണിക്കൂറിൽ അല്ലെ ദൈവം തന്ന കൃപകളും കൃപാവരങ്ങളൊക്കെ അല്ലെ ജ്വലിപ്പിക്കുവാനും അല്ലെ ദൈവം തന്ന വചനങ്ങളെ ശുശ്രൂഷിപ്പാനും അല്ലെ സാവകാശവും സ്വാതന്ത്ര്യമുണ്ട്. അതിനായി വളരെ സ്നേഹത്തോടും അല്ലെങ്കിൽ വളരെ ആദരവോടും കൂടെ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കാമോ ആന്റി? കേൾക്കാം സിസ്റ്റർ, കേൾക്കാം. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബനേസർ മലയാളം ഫെലോഷിപ്പ് EMF സിസ്റ്റേഴ്സ് മീറ്റിംഗിൽ ആയിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എല്ലാ ദൈവദാസിദാസന്മാർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇവിടെ കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമായതുകൊണ്ട് കറണ്ടിന്റെ അഭാവമുണ്ട്. എന്നെ നിങ്ങൾക്ക് കാണാം എന്ന് കേൾക്കാമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ ഈ മീറ്റിംഗിന്റെ നേതൃനിലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന കർത്തൃദാസി സേബ അവറുകൾ, അതുപോലെ തന്നെ വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സിസ്റ്റർ ജിറ്റി, ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ വളരെ അതിശയകരമായി അത്ഭുതകരമായി കാത്തു പരിപാലിക്കുന്നുവല്ലോ. പ്രിയദാസി ഓർപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമാകുന്ന വേദനാജനകമായ എന്താ പറയാ ഒരു കുറച്ച് മാസങ്ങളായി നമ്മൾ വിവിധ വാർത്തകൾ കൊണ്ട് നമ്മുടെ പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളും വളരെ വ്യത്യസ്തമാകുന്ന വേദനാജനകമായ വേർപാടിന്റെ വാർത്തകൾ തന്നെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമൊക്കെയായി ചിന്തിക്കാനും വീട്ടില് എൻ്റെ പ്രിയ കൂട്ടുദാസിനോടും ഒക്കെയും പറയാനിടയായ ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം ദൈവത്തെ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥ ദൈവം ആരാണെന്നും സത്യദൈവം ആരാണെന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് ദൈവം, നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ വിമോചനത്തിന് വേണ്ടി ഫറവോ എന്ന് പറയുന്ന വളരെ ക്രൂരനായിട്ടുള്ള ഒരു അധികാരിയുടെ ഹൃദയത്തോട് ഇടപെടുന്നതിനായി ഏകദേശം 10 ബാധകളോളം അയച്ചു. എന്നാൽ ഈ 9 ബാധകൾ അയച്ചിട്ടും വിടുവിക്കുവാൻ അല്ലെങ്കിൽ അവരെ വിട്ടയക്കുവാൻ ആ രാജാവിന് മനസ്സ് തോന്നിയില്ല. എന്നാൽ 10ാമതൊരു ബാധ അയച്ചു. അതിന്റെ പേരാണല്ലോ കടിഞ്ഞൂൽ സംഹാരം. എന്നാൽ അതിലൂടെ അവരുടെ വിട്ടയക്കൽ സാധ്യമായി എന്ന് പറഞ്ഞതുപോലെ പ്രിയ ദൈവജനമേ, നാം എല്ലാം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ധാരാളം ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ ഭാവി നമുക്ക് അറിയുന്നില്ല, ധാരാളം ആളുകൾ ഇങ്ങനെ ബലിയാടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളും വളരെ വേദനാജനകമായി ഓരോ വാർത്തകൾ ഇങ്ങനെ അനുദിനവും കേട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ഇന്ന് ഈ സമയക്കാലത്ത് അത് ഉറപ്പുണ്ട്? എന്റെ കർത്താവ് വരുവാൻ സമയമായി. യഥാർത്ഥ ദൈവം ആരെന്നും സത്യദൈവം ആരെന്നും ഈ ലോകം അറിയുവാൻ സമയമായെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. എന്റെ ദൈവത്തെ അറിയുവാൻ കാലമായി. ലോകരെല്ലാം എന്റെ ദൈവത്തെ അറിയുവാൻ സമയമായി. സത്യദൈവത്തെ മനസ്സിലാക്കുവാൻ സമയമായി. അല്പനേരം നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടുകൂടി, വളരെ ഹല്ലേലൂയ ഏകാഗ്ര ഹൃദയത്തോട് കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ, ഞാൻ കടന്നു പോകുന്ന എന്റെ സാഹചര്യത്തോടൊന്ന് ഇടപെടുമാറാകണമേ. ഹൃദയങ്ങളെ ഹല്ലേലൂയ കീറിമുറിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം വിഭാവനം ചെയ്യുവാൻ ഇടയാകണമേ എന്ന് വളരെയധികമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്വർഗീയ പിതാവേ, നല്ല വേളയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഈ കൂടിവരവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വന്നുകൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി സ്തോത്രം. അടിയനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ബലപ്പെടുത്തണമേ അപ്പാ. ക്രൂശിന്റെ മറവിൽ നിന്ന് കർത്താവ് തരുന്ന വചനത്തെ വിളമ്പുവാൻ സ്വർഗത്തിലെ ദൈവമേ അടിയനെ ഇവിടുന്ന് ഇടയാക്കുമാറാകണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അയക്കുമാറാകണമേ. ആദിയോടെന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയിരിക്കുമാറാകണമേ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, ഹൃദയങ്ങളെ കീറി മുറിക്കുന്ന, നെടുവീർപ്പുകളെ അറിയുന്ന ഓറബാധികാനക ശാലകാധികമാരക ഹസ്തകാജക ശാന്തരേ ജഗനഘടക ജാനകാധിക ശത്രു മറച്ചു വെച്ച പലതിനെയും വെളിപ്പെടുത്തിക്കൊണ്ട് വരുവാൻ ശക്തിയുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ വചന, ആത്മീയ വചനം ഇന്ന് വിഭാവനം ചെയ്യുവാൻ എന്റെ ദൈവം അവിടുന്ന് ഇടയാക്കുമാറാകണമേ. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണം. പ്രാർത്ഥന കേൾക്കണം, മറുപടി അയക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
എൻ്റെ എന്നെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് തന്നെ ഒരു പ്രിയ ആന്റി സംസാരിക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു ഇങ്ങനെ നോക്കിയാൽ ഒരു 8-9 മാസം മുമ്പാണ് ആന്റി ആദ്യമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത്. അന്ന് ഞാൻ BEd ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു. മോളെ ഒരു മീറ്റിംഗ് ചെയ്യണം, പക്ഷെ എനിക്കിങ്ങനെ ഈ ടൈമിന്റെ സ്കെഡ്യൂൾ വന്നിട്ട് ഈ രാവിലെ ആയത് കാരണം നമുക്ക് എപ്പോഴും കോളേജിൽ പോകേണ്ടുന്ന ഒരു സമയമാണല്ലോ നാട്ടില്. ആ ഒരു സമയമാകുമ്പോൾ പലപ്പോഴും നോ പറയേണ്ടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് 2024 ഫെബ്രുവരി 21 ആയിരുന്നു എന്റെ വിവാഹം. അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഞങ്ങൾക്ക് വിവിധ മീറ്റിങ്ങുകളും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയത് കാരണം എനിക്ക് ബുധനാഴ്ചകളൊന്നും ഫ്രീ ആയി കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്താണെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഇന്ന് എന്താണെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, മറ്റെന്ത് കാര്യം. അങ്ങനെ ഇന്നിപ്പം ഇവിടെ നാട്ടില് സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എല്ലാം ഇന്ന് അവധി ദിവസവുമാണ്. എല്ലാം ദൈവം ഒരുക്കിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാ. നമ്മൾ പറയുന്നത് പോലെ അല്ല ഒരു കാര്യം, ദൈവത്തിന് എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. ദൈവത്തിന്റെ ഒരു ടൈം സ്കെഡ്യൂളിനകത്ത് നമ്മളൊരു സ്കൂളിലും നമുക്ക് അധ്യാപകർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരു ടൈം ടേബിൾ സ്കെഡ്യൂൾ ഇരിക്കുന്നുണ്ട്. കാരണം ആ ടൈം ടേബിൾ പ്രകാരമാണ് അന്നത്തെ എല്ലാ പീരീഡും പോകുന്നത്, എല്ലാ വിഷയങ്ങളും പോകുന്നത്. ഒരെണ്ണത്തിന് ഒരു ചേഞ്ച് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം പെട്ടെന്ന് തന്നെ വരുത്തി അത് മാനേജ് ചെയ്യുന്നത് പോലെ കർത്താവിന്റെ ആ ഒരു ടൈം ടേബിളിന്റെ പട്ടികയ്ക്കകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും ഭാരപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ഒരിക്കലും ആകുലരായി തീരേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഒരു പാട്ടിന്റെ വരികൾ വേഗത്തിലൊന്ന് പാടി ദൈവം എനിക്ക് തന്ന ആലോചനയെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വേഗത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. അല്ലെ, നമ്മൾ വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ കുടുംബങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, സ്വർഗത്തിലെ ദൈവം നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ആലംബമില്ലാതെ അലഞ്ഞൊരാ നേരം പോകുവാനിനിയൊരു ഇടവുമില്ലേ. ആലംബമില്ലാതെ അലഞ്ഞൊരാ നേരം പോകുവാനിനിയൊരു ഇടവുമില്ലേ. കുഞ്ഞേ എന്നൊരു പിൻവിളി കേട്ടു ഞാൻ തിരിയവേ പ്രിയനൻ ചാരയില്ലേ. കുഞ്ഞേ എന്നൊരു പിൻവിളി കേട്ടു ഞാൻ തിരിയവേ പ്രിയനൻ ചാരയില്ലേ. നേടിയതൊന്നും എന്റേതല്ലേകിയല്ലോ ഇനി കേകനാഥൻ. നേടിയതൊന്നും എന്റേതല്ലേകിയല്ലോ ഇനി കേകനാഥൻ. കരയുന്ന നേരത്തും വലയുന്ന നേരത്തും അരികിലണഞ്ഞവൻ യേശുവല്ലേ. കരയുന്ന നേരത്തും അലയുന്ന നേരത്തും അരികിലണഞ്ഞവൻ യേശുവല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ കരയുന്ന നേരത്തും നമ്മുടെ വലയുന്ന നേരത്തും നമ്മുടെ അരികിൽ അണഞ്ഞത് നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യത്തിൽ പറയാൻ സാധിക്കും, എൻ്റെ ഏത് ഘട്ടത്തിലും എൻ്റെ കൂടെ നിന്നത് എൻ്റെ കർത്താവ് മാത്രം. എൻ്റെ ജീവിതത്തിന്റെ ഏത് ഉയർച്ചയിലും താഴ്ചയിലും, ഒരു പക്ഷേ എൻ്റെ മക്കളോ അല്ലെ എനിക്ക് കൂട്ടിനായി തുണ കിട്ടിയവർ, എൻ്റെ മാതാപിതാക്കളോ, എൻ്റെ കൂടെ പിറന്ന കൂടപ്പിറപ്പുകളോ, അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഒരു കൂട്ട് ഹല്ലേലൂയ വിശ്വാസിയോ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ കൂടെ നിൽക്കാത്ത സാഹചര്യത്തിലും എൻ്റെ കൂടെ നിൽക്കാഞ്ഞ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ ഒരു ഘട്ടം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നത് എൻ്റെ കർത്താവ് മാത്രമാ. എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ ആ ഒരു വരികൾ എഴുതിയ സമയം 2023 എൻ്റെ ഓർമ്മ ശരിയാണ്, കറക്റ്റ് 1 വർഷമായി എൻ്റെ ആ പാട്ട് എൻ്റെ ഹൃദയത്തിൽ തന്നിട്ട്. അല്ലെങ്കിൽ എൻ്റെ വളരെ വ്യത്യസ്തമായ അതിന്റെ ഓരോ വരിയും എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വളരെ അർത്ഥവത്തായിരുന്നു. പ്രിയരെ, ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ഏത് പ്രായക്കാരായിക്കോട്ടെ,
ദൈവത്തിന് മുമ്പിൽ ജെൻഡർ ഒരു വിഷയമല്ല, പ്രായം ഒരു വിഷയമല്ല. നമ്മൾ ഏത് പ്രദേശത്ത് താമസിക്കുന്നുവെന്നോ, ഏത് കുടുംബ സാഹചര്യത്തിൽ നാം ജനിച്ചുവെന്നോ, ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരാണെന്നോ ദൈവത്തിനൊരു വിഷയമേ അല്ല കേട്ടോ. പക്ഷെ ഏത് സാഹചര്യത്തിലും ഏത് ബാക്ക്ഗ്രൗണ്ടുമായിരിക്കട്ടെ, നമ്മുടെ ലേബൽ ദൈവത്തിന് വിഷയമല്ല. നമ്മുടെ ആ അവസ്ഥയിൽ അയച്ച ദൈവത്തിന് അറിയാം അതിന്റെ കണ്ടിന്യൂവേഷൻ എന്ത് ചെയ്യണമെന്ന്, മുമ്പോട്ടുള്ള സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന്. നമ്മുടെ എടുത്തുചാട്ടങ്ങളെക്കാൾ, നമ്മുടെ തീരുമാനങ്ങളെക്കാളൊക്കെ ദൈവത്തിന്റെ പ്രവർത്തിക്കും, ദൈവത്തിന്റെ ഹിതത്തിനും ദൈവികമാകുന്ന ഇടപെടലിൽ നാം ഒന്ന് വെയിറ്റ് ചെയ്യുവാൻ റെഡിയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ, ദൈവജനമേ, ഞാൻ ആത്മാവിൽ ഒന്ന് വിളിച്ചു പറയട്ടെ, ശ്രേഷ്ഠമായതൊന്ന് പിറകെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ കാത്തിരിക്കുവാൻ മനസ്സുള്ളവന് വേണ്ടിയാ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നത്. ഒരു പക്ഷേ ഇന്നലകളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ സൂം മീറ്റിങ്ങിനകത്ത് ഇരിക്കുമെന്നോ, ഞാൻ ആരോഗ്യവാനായി ഇരിക്കുമെന്നോ ഒരു പക്ഷേ നാം ആരും കരുതിയിരുന്നവരല്ല. എന്റെ കുടുംബത്തിൽ പോലും ഞാൻ ഒറ്റപ്പെട്ടവനായി എന്നെ തള്ളിക്കളഞ്ഞ്, കർത്താവേ എന്റെ അടുത്ത സ്റ്റെപ്പ് എന്താകുമെന്ന് ഭാരപ്പെട്ട വേളകളില്ലേ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് ആരംഭത്തിൽ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ വന്നതല്ല, നിങ്ങൾ അറിയാതെ ഒരുവന്റെ കരം നിങ്ങളെ താങ്ങി ആ തീച്ചൂളയ്ക്കകത്ത് എരിഞ്ഞ് വെന്ത് ആ സഹോദരങ്ങള് അഗ്നിക്കിരയാകുമെന്ന് കാണുവാൻ നോക്കി നിന്നവരുടെ മധ്യയിൽ തീച്ചൂളയിൽ നാലാമനായി ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ അദൃശ്യ സാന്നിധ്യം നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ചു നടത്തിയെന്ന് ഇന്ന് പകൽ ഒന്നുകൂടി, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കണമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഞാൻ വേഗത്തിൽ എന്റെ ദൂതിലേക്ക് വരാം. സഭാപ്രസംഗിയുടെ പുസ്തകം, സദൃശ്യവാക്യത്തിന്റെ പുസ്തകം, അതിന്റെ അവസാന അധ്യായം 31 അധ്യായത്തിന്റെ 25 വാക്യം. സദൃശ്യവാക്യം 31 അധ്യായം അതിന്റെ 25 വാക്യം ഞാൻ തന്നെ വേഗത്തിൽ വായിക്കാം. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിടുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാ നമ്മളെല്ലാവരും ധ്യാനിക്കുന്ന, നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള ഒരു വേദഭാഗം തന്നെയാ. അതുകൊണ്ട് വാക്യത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. എങ്കിലും ഒന്ന് വേഗത്തിൽ പറയാം. ലെമുവേൽ രാജാവിന്റെ വചനങ്ങൾ എന്ന അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ കാണുന്നുണ്ട്. അവന്റെ അമ്മ അവന് ഉപദേശിച്ച് കൊടുത്ത അരുളപ്പാട് എന്ന് അവിടെ വായിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. 31 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ വായിച്ചു കേട്ട വാക്യം ഇങ്ങനെയാ: ബലം മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരി ഇടുന്നു. ഇവിടെ സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീയെ കുറിച്ച്, സ്ത്രീ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, അതായത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യത്തിൽ എഴുതി വച്ചിരിക്കുകയാ, ബലം മഹിമ അവളുടെ ഉടുപ്പ്, ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരി ഇടുന്നു. അവിടെ 10 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും, അവളുടെ വില മുത്തുകളിലും ഏറും. അപ്പോൾ സാമർഥ്യമുള്ള ഭാര്യയെ കുറിച്ചിട്ടാണ് അവിടെ വായിക്കുന്നത്. അപ്പോൾ ഭാര്യയെ കുറിച്ചിട്ടാണ് ആ വാക്യത്തിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം: ബലം, മഹിമ. ഞാൻ അതിനെ എന്റെ ധ്യാനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇങ്ങനെയാ. ബലം എന്ന് പറയുമ്പോൾ അതറിയാം, നമുക്ക് എപ്പോഴും ബലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മുടെ ബലം, നമ്മുടെ ശക്തി, നമ്മുടെ ഊർജം എത്രത്തോളം ഉണ്ട്, നമ്മുടെ ശക്തി എത്രത്തോളം ഉണ്ട്, നമ്മുടെ ബലം എത്രത്തോളം ഉണ്ട്. അപ്പൊ തന്നെ ശാരീരിക ബലമുണ്ട്, മാനസികമായിട്ടുള്ള ക്ഷമത, അല്ലെ മാനസികമായിട്ടുള്ള, നമ്മൾ പറയും നല്ല ബോൾഡാ, നല്ല മൈൻഡിന് നല്ല കപ്പാസിറ്റി ഉണ്ട്, അത് മൈൻഡിന് നല്ല കട്ടിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അത് കുറിക്കുന്നത് മാനസിക ബലത്തെ കുറിച്ചാണ്. അപ്പോൾ തന്നെ ശാരീരിക ബലവും ഉണ്ട്. രണ്ടാമതായി മഹിമ എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഓർത്തിരിക്കുക. അത് സ്വഭാവത്തിൽ നിന്ന് പ്രകടമാകുന്ന കാര്യങ്ങളിൽ നിന്ന് നാം വായിച്ചെടുക്കുന്ന ഒരു സംഗതിയാ മഹിമ. നാം ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിക്ക് വളരെ മഹത്വമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ ഇടപാടുകൾ
നിലപാടുകളിൽ നിന്നും, അവരുടെ പ്രവർത്തികളിൽ നിന്ന്, അവരുടെ സ്വഭാവങ്ങളിൽ നിന്നാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ഒന്ന് ബലം, ഒന്ന് മഹിമ. അപ്പോൾ സാമർത്ഥ്യമുള്ള സ്ത്രീയുടെ, സാമർത്ഥ്യമുള്ള ഒരു ഭാര്യയുടെ ഒരു ഒരു വസ്ത്രം അല്ലെങ്കിൽ തന്റെ അലങ്കാരം, തന്റെ ഉടുപ്പ് എന്ന് പറയുന്നത് ഒന്ന് ബലം, ഒന്ന് മഹിമ. ഈ വാക്യത്തിന്റെ ഡെപ്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എനിക്കറിയില്ല. പക്ഷേ ഹല്ലേലൂയ, വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും വരുവാനുള്ള കാലത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ കാലത്തിലെ കഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള കാലം, അതായത് വർത്തമാന കാലത്തിലെ സംഗതികൾ പറയുന്നു. ഇവിടെ തന്നെ അപ്പോൾ തന്നെ ഈ വാക്യത്തെ കോർത്ത് നാം വായിക്കുമ്പോൾ ഭാവി കാലം ഓർത്തവൾ പുഞ്ചിരി ഇടുന്നു എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരിമാർ, ഇതിനകത്ത് ഭൂരിഭാഗം പേരും സഹോദരിമാരാണല്ലോ. ഇതൊരു ലേഡീസ് മീറ്റിംഗ് കൂടിയാണല്ലോ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ഈ സമയത്ത് എന്നോട് പറയുവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭാവി കാലത്തെ ഓർത്ത് പുഞ്ചിരി ഇടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നാമാണ്. സാമർത്ഥ്യമുള്ള ഭാര്യയെ കുറിച്ച് വചനം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാ. സാമർത്ഥ്യമുള്ള ഭാര്യ അല്ലെ സ്ത്രീ എങ്ങനെയായിരിക്കും? അവൾ ഭാവി കാലം ഓർത്ത് പുഞ്ചിരിയിടുന്നു. നാം കേട്ട വാക്യത്തിൽ നാം എങ്ങനെയാ കേട്ടത്? ഹല്ലേലൂയ, ഇപ്പോൾ പോകുന്ന കഷ്ടങ്ങൾ സാരമില്ല. എന്താ? നമുക്ക് വരുവാനുള്ള ഒരു ഭാവിയുണ്ട്, അവിടെ നമുക്ക് വെളിപ്പെടുവാനുള്ള ഒരു തേജസ് ഉണ്ട്. ഹല്ലേലൂയ, ആ വാക്യത്തിന്റെ കുറച്ചും കൂടെ ഡെപ്തിൽ പോയാൽ അത് നിത്യതയെ കുറിച്ച് തന്നെയാ പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിന്റെ ജീവിതം, വരുവാനുള്ള മരണാനന്തര ജീവിതം നോക്കണമേ. ഇത് കണക്ട് ചെയ്ത് പോകുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ. ഈ ലോകത്തിന്റെ ജീവിതം ഇപ്പോഴുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നാം എങ്ങനെ കടന്നു പോകുന്നു, നമ്മുടെ ഇപ്പോഴുള്ള പ്രായം വരെയുള്ള കാര്യങ്ങൾ, ആ പ്രായത്തിൽ നാം അനുഭവിച്ചു വന്ന കാര്യങ്ങൾ, ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എന്നാൽ വരുവാനുള്ള കാര്യം ഒരു ദൈവ പൈതലിന് വെച്ചിരിക്കുന്നത് നിത്യമായ ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ, തിരുവചനം അത്ര ഉറപ്പ് അല്ലെങ്കിൽ മരണ അനന്തരമുള്ള ജീവിതത്തെ കുറിച്ച് നൽകുന്നുണ്ട്. നോക്കണമേ, ഈ ലോകത്തിലെ സംഭവങ്ങളെല്ലാം വളരെ വേദനാജനകവും, ഹല്ലേലൂയ, വേർപാടുകളുടെ ധാരാളം വാർത്തകൾ, ഹല്ലേലൂയ, അൺകൗണ്ടബിൾ ആയിട്ടുള്ള വാർത്തകൾ നാം അനുദിനവും കേൾക്കുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞ, ഹല്ലേലൂയ, വിശ്വാസ സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഭക്തിയിലും ഹല്ലേലൂയ പ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്, ഒരു ദൈവ ഹല്ലേലൂയ പൈതലിന് പറയാൻ കഴിയും, ഹല്ലേലൂയ, എന്റെ ഭാവി കാലം ഓർത്ത് ഞാൻ പുഞ്ചിരി തൂകുന്നു. സഹോദരിമാരെ, നമുക്ക് പറയുവാൻ കഴിയണം കേട്ടോ, എന്റെ ഭാവി കാലം ഓർത്ത് ഞാൻ പുഞ്ചിരി. ശത്രുവിനോട് നാം വെല്ലുവിളിച്ചു പറയണം, ശത്രുവേ, നീ എന്റെ ഹല്ലേലൂയ പാസ്റ്റിനെ പിടിച്ചൊരു കാലഘട്ടമുണ്ട്, എന്റെ ഭൂതകാലത്തെ നീ ഉലച്ചൊരു കാലഘട്ടമുണ്ട്. എന്താകുമെന്ന് ഓർത്ത് ആ സാഹചര്യത്തിനകത്ത് നിന്ന്, ആ പ്രത്യേക അവസ്ഥയ്ക്കകത്ത് നിന്ന് ഞാൻ കരേറി വരുമോ എന്ന് പോലും ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ സ്വർഗത്തിലെ ദൈവമായി എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്, എന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് ഇനി ആകുലതയില്ല, വ്യാധിയില്ല, ഞാൻ അതിനെ ഓർത്ത് പുഞ്ചിരി ഇടുകയാണെന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ മെസ്സേജ് കേൾക്കുമ്പോൾ പറയാൻ കഴിയും? ഹല്ലേലൂയ, എന്റെ ഭാവിയെ ഓർത്ത് ഞാൻ പുഞ്ചിരി ഇടുകയാ. എനിക്ക് വേണ്ടി എന്റെ ഭാവി ശ്രേഷ്ഠമായ ഒരു ദൈവത്തിന്റെ ഹല്ലേലൂയ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയ, ഭാവി എന്ന് പറയുമ്പോൾ എപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരുപക്ഷെ ഒരു വിവാഹ ജീവിതമായിരിക്കാം. പക്ഷേ ഞാൻ ഭാവി എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയാകട്ടോ. അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഏത് കാര്യമായിക്കോട്ടെ, തലമുറകളുടെ കാര്യമായിക്കോട്ടെ, നമ്മുടെ ആത്മീയ ഭാവി ആയിക്കോട്ടെ, നമ്മുടെ ഭൗതിക വിഷയങ്ങളിലുള്ള ഞെരുക്കമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തത് എന്ത് ചെയ്യണമെന്നുള്ള ചില ചോദ്യചിഹ്നങ്ങളാകട്ടെ, എന്താണെങ്കിലും അതിനകത്ത് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയായിട്ടുള്ള ഒരു ലേഡി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ, ആവർത്തന വിരസതയാണെന്ന് അറിയാം. പക്ഷേ ദൈവാത്മാവ് പല ഭാഗത്തിൽ എന്നെ, ഹല്ലേലൂയ, ഞാൻ പല ഭാഗം എടുത്ത് ഹല്ലേലൂയ ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്നു. പക്ഷേ എന്നെ അവസാനം ഈ ഭാഗത്തിൽ നിന്ന് തന്നെ സംസാരിക്കുക എന്ന് ഒരു വലിയ പ്രേരണ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ കടന്നു വരുവാൻ ഇടയായത്. രൂത്തിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ രൂത്തിന്റെ കാലഘട്ടത്തെ നമുക്ക് ഭാവി, വർത്തമാനം, നമുക്ക് ഭൂതകാലം, ഭാവി, വർത്തമാനം എന്ന് 3 കാലഘട്ടങ്ങൾ തിരിക്കാൻ സാധിക്കും. അതിൽ ആ ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ നമുക്കുള്ള കാണാൻ സാധിക്കും. രൂത്തിന്റെ പുസ്തകം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള വേദവാക്യങ്ങൾ തന്നെയാണ്. 1-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ രൂത്തിന്റെ ജീവിത പശ്ചാത്തലവും അവരെങ്ങനെയാണ് അവര് ന്യായപാലനം ചെയ്ത്, അവര് ബെത്ലഹേമിലെ ഒരാൾ തന്റെ പുത്രന്മാരെയും
കൊണ്ടുവന്ന് അവര് മോവാബ് ദേശത്തേക്ക് അവർ വന്നത് എന്തുകൊണ്ട്? അവര് ക്ഷാമം കൊണ്ടാണ് അവർ വന്നത്. എന്നാൽ ആ ക്ഷാമം കൊണ്ട് അവർ വന്ന ആ കുടുംബത്തിലെ 3 പുരുഷന്മാരും മരിച്ചു പോകുന്നതായിട്ടും 3 സ്ത്രീകൾ വിധവകളായി മാറുന്നതായിട്ടുള്ള ഒരു കാഴ്ച നാം അവളെ കാണുന്നു. നോക്കിക്കേ, വളരെ വേദനാജനകവും, എന്നാൽ ആർക്കും അവരുടെ വിഷമം ഒന്നും ആശ്വസിപ്പിക്കാൻ വാക്കുകളൊന്നുമില്ല. ഒരു കുടുംബത്തിൽ തന്നെ 3 മരണം. അവിടെ ആശ്വാസ വാക്കുകൾക്കൊന്നും അവിടെ വലിയ സ്ഥാനമില്ലാതിരുന്ന ഒരു ഭൂതകാലത്തിന്റെ ഒരു ചിത്രം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ ഇന്നലെ എന്ന കാലം രൂത്തിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ആ ഇന്നലെ എന്ന് പറയുന്ന കാലം അവർക്ക് വേർപാടിന്റെ കാലവാ. അവിടെ ക്ഷാമത്തിന്റെ കാലവാ. അവിടെ കരച്ചിലിന്റെ കാലം. അവിടെ 10-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവർ ഉച്ചത്തിൽ കരഞ്ഞു. ആ സഹോദരിമാരുടെ കരച്ചിൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ തന്റെ ഭർത്താവ് മരിക്കുന്നു, സഹോദരൻ മരിക്കുന്നു, അമ്മായി അച്ഛൻ മരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, തന്റെ സഹോദരി ഒറ്റപ്പെടുന്നു, തന്റെ അമ്മായിയമ്മ ഒറ്റപ്പെടുന്നു, സഹോദരി തന്റെ കുടുംബത്തിലേക്ക് ഓർപ്പ പിരിഞ്ഞു പോകുന്നു, അമ്മായിയമ്മയോട് കൂടി പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അവർക്ക് വേദനയുണ്ട്, മാനസിക വേദനയുണ്ട്, ഒരുപക്ഷെ അവരുടെ ഭൗതിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ട്, വളരെ നിന്ന് അവർ അനുഭവിക്കുന്നുണ്ട്. ആ ദേശത്തിൽ ആകമാനം അവർ പ്രവാസികളായി വന്നതെങ്കിലും അല്ലെങ്കിൽ ആ ദേശത്തിൽ ആകമാനം അവർ നിന്ന് അനുഭവിച്ച ഒരു കാലഘട്ടം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണമേ, അവര് കർത്താവിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഒരു ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വിരോധമായി അവർ യാതൊന്നും ചെയ്തിരുന്നില്ല എന്ന് ആ തിരുവചന ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആ ഒരു വർത്തമാന കാലത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാനത്ത് പറയുന്നുണ്ട്, അവർ യവക്കോയത്തിന്റെ ആരംഭത്തിലാണ് അവർ ബെത്ലഹേമിൽ എത്തുന്നത്. അങ്ങനെ വീണ്ടും 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ അവർക്കൊരു കൊയ്ത്തിന്റെ ഒരു കാലം അവിടെ കാണും. ഒരു കൊയ്ത്തിന്റെ കാലം, എന്താ പറയുക, ഒരു കാലാപ്പെറുക്കുന്ന ഒരു കാലം, ഒരു കാലം. രൂത്ത് ബോവസ് എന്ന് പറയുന്ന വലിയ ധനികനായ ഒരു വ്യക്തിയുടെ വയലിൽ കാലാപ്പെറുക്കി നടക്കുകയാണ്. ഈ കാലാപ്പെറുക്കി നടക്കുന്ന ഈ കാലഘട്ടത്തിലും അവളെ പരിഹസിക്കാനും ഒരു പക്ഷെ കുത്തുവാക്കുകൾ പറയാനും ധാരാളം പേര് കാണും. നിനക്കും നിന്റെ ചേച്ചിയെ പോലെ നിനക്ക് പൊയ്ക്കൂടെ, നിന്റെ സഹോദരിയെ പോലെ നിനക്ക് പൊക്കൂടെ, നിന്റെ സഹോദരിയെ പോലെ നിനക്ക് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുവാൻ ധാരാളം പേരവിടെ കാണും കേട്ടോ. അല്ലെങ്കിൽ പക്ഷേ തന്റെ മാതാവിനോട് അവൾ പറ്റിച്ചേർന്ന് നിൽക്കുവാൻ മാത്രം മനസ്സ് കാണിച്ചു നിന്ന ഒരു രൂത്തിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആ കാലത്തിൽ അവർക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് അവരുടെ ഭൗതിക കാര്യങ്ങളിലൊക്കെ നടന്നു പോകാൻ അവരുടെ ആ ഒരു അന്നത്തിനുള്ള വക അവർക്ക് അവിടെ നിന്ന് ലഭിക്കും. അങ്ങനെ അവരുടെ എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് കഴിച്ചുകൂട്ടി തന്റെ അമ്മയെ നോക്കി ഇങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രൂത്തിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ രൂത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് രൂത്തിന് ഒരു വീണ്ടെടുപ്പുകാരൻ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ ഇങ്ങനെയാണ്, മഗ്ലോന്റെ ഭാര്യ എന്ന ലേബലിൽ ഇരുന്ന രൂത്ത്, അതായത് വിധവയായ രൂത്ത്, ബോവസ് എന്ന് പറയുന്ന ധനികനായ ഒരു യജമാനന്റെ ഭാര്യയായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, മഗ്ലോന്റെ ഭാര്യ മോവാബി സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്നതിനും നിങ്ങൾ ഇന്ന് സാക്ഷികളാകുന്നു. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലയെ പോലെയും ആക്കട്ടെ. നോക്കണമേ, ആ ഭാഗത്തിൽ നാം കാണുന്ന രൂത്ത് ബോവസിന്റെ ഭാര്യയായി തീർന്നിരിക്കുന്ന ഒരു വിവരമാ. അവിടെ അവൾക്ക് ധാരാളം ബ്ലെസ്സിങ് വചനങ്ങൾ, ധാരാളം ബ്ലെസ്സിങ്ങുകൾ അവൾക്ക് അവിടെ ലഭിക്കുന്നു. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ സുപരിചിതമായതുകൊണ്ടാണ് ദയവ് ഇത് മറ്റ് മൈക്കുകളൊന്ന് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെക്കണമേ.
ആ ഭാഗങ്ങളൊക്കെ വളരെ സുപരിചിതമായതുകൊണ്ടാണ് ഞാൻ ആ വേഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മെസ്സേജിലേക്ക് വേഗത്തിൽ വന്നുകൊട്ടെ. ആ സമയത്ത് ഹല്ലേലൂയ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ, മഗ്ലോന്റെ ഭാര്യയായിരുന്ന രൂത്ത് ആ ബോവസിന്റെ ഭാര്യയായി മാറി. അവളുടെ നിന്ന നീങ്ങി, വിധവയാണെന്നുള്ള നിന്ന നീങ്ങി. അവളെ ഹല്ലേലൂയ വീണ്ടെടുക്കുവാനായിട്ട് ഒരു വീണ്ടെടുപ്പുകാരൻ വന്നു. അത് മാത്രവുമല്ല കേട്ടോ, അവളുടെ ഗർഭം ഹല്ലേലൂയ ദൈവം തുറക്കുവാനിട, അവർക്കൊരു ഉദരഫലം ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. നോക്കണമേ, ക്ഷാമകാലത്തിൽ നിന്നും ഹല്ലേലൂയ കടന്നു വന്ന് ഒടുക്കം വിധവയാക്കപ്പെട്ട് ഹല്ലേലൂയ കുറ്റങ്ങളും നിന്ദകളും സഹിച്ചു നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഭൂതകാലവും വർത്തമാനകാലം, അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളും ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും നോക്കണമേ. ഹല്ലേലൂയ എത്രയോ ഹല്ലേലൂയ ക്ലിയർ ആയിട്ട് ആ രൂത്തിന്റെ പുസ്തകത്തിൽ വരച്ചു ചേർത്തിരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവദാസി ദാസന്മാരെ, നമ്മുടെ ഇന്നലകളെ അറിയാൻ ഒരു പക്ഷേ എല്ലാവർക്കും ഹല്ലേലൂയ നമ്മുടെ ഇന്നലകളെ അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഇന്നുകളെ ഒരു പക്ഷെ കുറച്ചു പേർക്കൊക്കെ അറിയാം. നാളെ കുറിച്ച് എന്തെന്ന് പറഞ്ഞു തരുവാൻ ഒരു പക്ഷെ മാനുഷികമാകുന്ന ആളുകൾക്ക് പരിമിതികൾ കാണും. നമുക്കാർക്കും നമ്മുടെ ഭാവി നിർണയിക്കുക സാധ്യമല്ല. പക്ഷേ ബലവും മഹിമയും ധരിച്ചിരിക്കുന്ന, ഉടുപ്പായി ധരിച്ചിരിക്കുന്ന ഹല്ലേലൂയ ഒരു സഹോദരിക്ക്, ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയും, ഞാൻ എന്റെ ഭാവികാലം ഓർത്ത് വിഷമിക്കത്തില്ല കേട്ടോ. ഞാൻ എന്റെ ഭാവികാലം ഓർത്ത് ഹല്ലേലൂയ കരയത്തില്ല കേട്ടോ. ഞാൻ അതിനെ ഓർത്ത് നെടുവീർപ്പിടത്തില്ല, വ്യാകുലപ്പെടില്ല. എന്താ, എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയാം. ഏത് കാലഘട്ടത്തിൽ നിന്നാ ദൈവം എന്നെ കൊണ്ടുവന്നെന്ന് എനിക്കറിയാം. രൂത്തിന് പറയാൻ സാധിക്കും പോലെ വേർപാടിന്റെ ഹല്ലേലൂയ അവളുടെ കുടുംബം ഹല്ലേലൂയ മരണത്തിന്റെ കുടുംബമായി ആ നാട്ടിലെങ്ങും ഹല്ലേലൂയ ഒരു വേർപാടിന്റെ കുടുംബമായി മാറിയ ഒരു കാലം അവൾക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ പറയാനുള്ള ഒരു കാലമുണ്ട്. തന്റെ അമ്മയും കൊണ്ട് ഇനി എന്ത് എന്ന് പറയാനുള്ള ഒരു കാലഘട്ടം ഒരു പാസ്റ്റ് രൂത്തിന്റെ ലൈഫിലുണ്ട്. എന്നാൽ ആ കാല പെറുക്കി നടന്നപ്പോഴും അവിടെ തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുകയാ, ആ ബോവസിന്റെ വയലിൽ എത്രയോ സ്ത്രീകൾ ഇതുപോലെ തന്നെ രൂത്ത് ചെയ്യുന്നത് പോലെ തന്നെ അവിടെയുള്ള ആ എല്ലാം പെറുക്കി, അല്ലെങ്കിൽ ആ വയലിൽ ആ കാല പെറുക്കി ഇങ്ങനെ നടന്നപ്പോൾ എത്രയോ സ്ത്രീകളോടൊപ്പം തന്നെ അവരിൽ ഒരാളായി തന്നെ രൂത്ത് നടന്നിട്ടുണ്ട്. എന്നാൽ അവൾ ഒരിക്കലും ചിന്തിച്ചില്ല എന്റെ ഭാവി എന്താ. പക്ഷേ അതിനെക്കുറിച്ച് അവൾ ആകുലപ്പെട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചു നിന്ന ഒരു രൂത്തിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ വംശാവലിയില് രൂത്തിന്റെ പേരും ഹല്ലേലൂയ ദൈവം എഴുതി ചേർക്കുവാൻ ഇടയായി തീർന്നു. മത്തായി സുവിശേഷം നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് കേട്ടോ. നോക്കണമേ, ഹല്ലേലൂയ നമ്മുടെ ഇന്നലകളിൽ ഒരു പക്ഷേ നമ്മളെ ഹല്ലേലൂയ നമ്മളെ വിളിക്കുവാനും നമ്മളെ അന്വേഷിക്കുവാനും ഹല്ലേലൂയ നമ്മളെ ഒരു ഫ്രെയിമിലാക്കാനും അല്ലെ നമുക്കൊരു നല്ലൊരു ചട്ടക്കൂട് തരാനൊന്നും ആരും കാണത്തില്ല കേട്ടോ. ഇന്നലകളിൽ കണ്ണുനീരൊപ്പാൻ ആരും വരത്തില്ല കേട്ടോ. ജെസ്സി രാജു ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഇന്നലകളിൽ ഹല്ലേലൂയ കണ്ണുനീര് ഒന്നൊപ്പി ആരെങ്കിലും തന്നിരുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്ന് ആഗ്രഹിച്ച സമയങ്ങളുണ്ട്. ഹല്ലേലൂയ എന്റെ വേദന ഹല്ലേലൂയ ആരെങ്കിലും ഒന്ന് ഹല്ലേലൂയ എന്നെ ഒന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ ഒന്ന് എന്റെ അവസ്ഥയൊന്ന് ഒപ്പിയിരുന്നുവെങ്കിൽ. പക്ഷേ ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ ആരുടെയും ഹല്ലേലൂയ ആര് ചെയ്തു തരും, അല്ലെങ്കിൽ ആര് എന്റെ ഹല്ലേലൂയ എന്റെ ഈ ഒരു സാഹചര്യത്തിനെ പരിഹരിച്ചു തരുമെന്ന് ചിന്തിക്കരുത്. ദൈവാശ്രയ ബോധത്തിൽ നിൽക്കുന്നവരുടെ ഭാവിയാ ഹല്ലേലൂയ ദൈവം മാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ പ്രിയദാസിയോട് ദൈവാത്മാവ് പറയുന്നു, ദൈവാശ്രയ ബോധത്തിലാണോ നിൽക്കുന്നത്, ഹല്ലേലൂയ കുടുംബാംഗങ്ങളെ സ്വർഗം തൊടും. ഹല്ലേലൂയ ദൈവാശ്രയ ബോധത്തിലാണോ നിൽക്കുന്നത്, മുമ്പോട്ടുള്ള കാര്യങ്ങളെ ദൈവം തൊടുവാനിടയാകും. ഒരിക്കലും രൂത്ത് ആവശ്യപ്പെട്ടിട്ടില്ല ദൈവത്തോട് ഹല്ലേലൂയ എനിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാകണം. പക്ഷേ രൂത്ത് ആഗ്രഹിക്കാത്തതൊന്ന് അവൾക്ക് വേണ്ടി ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ആ കർത്താവിന്റെ ടൈം ടേബിളിനകത്ത് ആ പട്ടികയിൽ ദൈവം കുറിച്ചു ചേർത്തു. ഹല്ലേലൂയ നമ്മൾ കുറിക്കുന്നതല്ല കേട്ടോ, നമ്മൾ കുറിക്കാത്തതൊന്ന് കുറിച്ച് ചേർക്കുന്ന ദൈവമാ. ഹല്ലേലൂയ പ്രിയ ജെസ്സി രാജു അദാസിയോട് ദൈവാത്മാവിശ്വ കേട്ടോ, കുറെ കുറിച്ചു വെച്ച് വിഷമിച്ച ഒരു വ്യക്തിയാണെന്ന് ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ കുറെ കുറിച്ചു വെച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ദൈവമേ ഇനി ഞാൻ ഇല്ല, ഒരു കൊച്ചു കുഞ്ഞെങ്ങനെ പിണങ്ങുന്നത് പോലെ ദൈവത്തോട് പിണങ്ങിയ ദിനരാത്രങ്ങൾ ഉണ്ടെന്ന്. ഓ റബ ശാന്തൽ ഗിനി ഹസ്തരാ ജിഗനഘടക
അന്തർ മനാറികനഘടക ശാരകേ ദിഗമനഘടക ഒറിബാഘടക ശാരകേ ദിഗാലഘടക. ഒരു ഹാലയിൽ ഒരു ആലയത്തിനകത്തിരുന്ന് കരയുന്ന ഒരു കാഴ്ചയെ കാണിക്കുകയാ. ഒരു ആലയത്തിനകത്തിരുന്ന് കർത്താവെ, ആർക്കെങ്കിലും എന്നോട് ഒരു കാര്യം, ഒരു ദൂതായിട്ടെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ഹാലയിൽ ഒന്ന് ഉണർത്തിയിരുന്നുവെങ്കിൽ എന്ന് പോലും ചിന്തിച്ചൊരു സമയമുണ്ട്. പക്ഷെ ദാസിയെ, ഇന്ന് പകൽ ദൈവാത്മാവ് ഉറപ്പിക്കുക, എല്ലാത്തിനും ഒരു സമയമുണ്ട് കേട്ടോ. ഹാലയിൽ രൂത്ത് ആഗ്രഹിച്ചതല്ല അവളുടെ ജീവിതത്തിൽ നടന്നത്, എന്നാൽ അവൾ ആഗ്രഹിച്ചതിലും അവൾ ഹാലേലൂയ അവൾ നിലച്ചതിലും എല്ലാം ശ്രേഷ്ഠമായിരുന്നു. ദൈവാശ്രയ ബോധത്തോടെ നിൽക്കുമെങ്കിൽ ഹാലേലൂയ ഹാലയിൽ കൂടെ നടന്ന്, എന്നോട് ഇങ്ങനെ പറയുന്നു, കൂടെ നടന്ന് ജോലി ചെയ്തവരുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ കൂടെ നടന്ന് കാര്യങ്ങൾ ചെയ്തവരുടെ ഇടയിൽ തന്നെ, അയ്യോ ഈ വ്യക്തിക്ക് പേര് പറഞ്ഞിട്ട് അവര് പറയും, ഈ വ്യക്തിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന നിലവാരത്തിൽ ഒരു മാറ്റം, ഒരു ഭൗതിക മാറ്റം സ്വർഗത്തിലെ ദൈവം നൽകും കേട്ടോ. പ്രഭാതികാരക ശേരകേ ദിഗനഘടക ഹസ്താലക ശാന്തകാരികനഘടക ലഗിനിഘടകം ശാനകേ ദിപനഘടക. ദൈവാത്മാവ് ശക്തമായിട്ട് പറയുക കേട്ടോ. ഭാവി കാലമോർത്ത് പുഞ്ചിരി തൂകുവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ നോക്കണമേ, ദൈവത്തെ കാണാതെ വിശ്വസിക്കുന്നവരെ കുറിച്ച് എന്താ പറയുന്നത്? ഭാഗ്യവാന്മാർ. നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. പക്ഷേ അത് എന്തുവാണെങ്കിലും കർത്താവെ, ഞാൻ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ പുഞ്ചിരി തൂകുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ ഇന്നലെയോ ഇന്നോ പോലെയല്ല, നമ്മുടെ നാളെയിൽ ചിലത് കൂട്ടിച്ചേർക്കുന്ന, നമ്മുടെ ലേബലുകളെ പോലും മാറ്റുന്ന, അല്ലെ നമ്മുടെ ശാരീരികമായിട്ട് പോലും ചില മാറ്റങ്ങളെ കൊണ്ടുവരുന്ന, നമ്മുടെ മുഖത്തിന്റെ തന്നെ ഹാലിലി രൂപത്തെയും ഹാലിലി നമ്മുടെ പേരിന്റെ ലേബലിനെ പോലും മാറ്റുന്ന നിലവാരത്തിൽ ദൈവം ചില സംഗതികളെ നൽകി തരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. നമ്മൾ പറയും, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. ഹല്ലേലൂയ. കരയുന്ന ഹല്ലേലൂയ കുഞ്ഞിനറിയാം, കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ എന്നെ ഓർക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഒരു നല്ല പിതാവ് നമുക്ക് ഉയരത്തിലുണ്ട്, നമ്മെ ഓർക്കുന്ന. നമ്മളൊന്ന് കണ്ണുനീര് തൂകുമ്പോൾ, നമ്മളൊന്ന് വിഷമിക്കുമ്പോ, കുഞ്ഞേ ഹല്ലേലൂയ, നിന്റെ ഇന്നലകളിൽ ഞാൻ നിന്നെ ഓർത്തില്ലേ, നിന്റെ ഇന്ന് ഞാൻ കൈപിടിച്ച് നടത്തുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നാളെ എന്നത് നിന്റെ കയ്യിലല്ലല്ലോ. നാളെ എന്നത് ചിലരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കുകയാ. നാളെ എന്ന് പറയുന്നത് എന്റെ കരത്തില. ഏകാന്തതയിൽ താമസിക്കുന്ന, എനിക്കറിയില്ല ഇതിനകത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടോ? ഒറ്റയ്ക്ക് താമസിക്കുന്ന ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഹല്ലേലൂയ, ആര് മറന്നാലും, ഒരമ്മയില്ലെങ്കിലും ഒരപ്പനില്ലെങ്കിലും ഒരുപക്ഷെ മക്കളില്ലെങ്കിലും ആര് കൂടെ ഇല്ലെങ്കിലും കൂടെ ഉണ്ടാകാമെന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ സംരക്ഷണകരം നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഭീതികളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഭീതിയെ മാറ്റുന്ന കർത്താവേ, നാളത്തെ ദിവസം എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവ് പറയുക, നാളെ എന്നത് ദൈവത്തിന്റെ കാര്യത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. രൂത്തിന് ഒരിക്കലും അറിയത്തില്ലായിരുന്നു കേട്ടോ, ഇനി എനിക്കൊരു ജീവിതമുണ്ട്, എന്റെ ലേബൽ മാറുമെന്ന്. പക്ഷേ പ്രതീക്ഷിക്കാത്തൊരു സംഗതി, പ്രതീക്ഷിക്കാത്തതെന്തോ അതവളുടെ ജീവിതത്തിനകത്ത് നൽകി തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇനി എനിക്കൊരു ഹല്ലേലൂയ മാറ്റം ഉണ്ടാകും, ഇനി എനിക്ക് അതിനകത്ത് നിന്ന് ഒരു ഉയർച്ച ഉണ്ടാകും. മതി, റിജക്ഷൻസ് ഒരുപാടായി, ഇനി എനിക്ക് വേണ്ട എന്ന് ഇതിനകത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് അവരോട് പറയാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെ ഭാരപ്പെടുന്നു. ബ്ലസ്സി ടിജു ദൈവാത്മാവ് പറയുക, കഴിഞ്ഞ കാലങ്ങളിൽ റിജക്ഷൻസ് ആണെങ്കിൽ ഹല്ലേലൂയ അവിടെ നിന്ന് റിജക്ട് ചെയ്ത് ഇറക്കി വിട്ടത് ദൈവം തന്നെയാണെന്ന് ഓർത്തുകൊള്ളണമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയ. അന്താരിബി ഘടകം ദുരകാരക ശാരകേതികമനഘടക അന്താരവ ശാരകെ നിർത്തി അപമാനിച്ചത് ഹല്ലേലൂയ നന്മയ്ക്കകന്ന് ഓർത്തുകൊള്ളണം. റിബി ഹസ്തകാരിക ശേരേ ദിഗമനഘടകം ധൂനാലക ശാരകേ ദിഗാലഘടക അന്താരികനഘടക രക ശാരേ ലിഗമനഘടക ദീപൽഗിനി ഹസ്തകാ ജഗ ശാരകേ ദിഗാലിഘടക. എവിടെ ആരെല്ലാം പറഞ്ഞുവോ, എവിടെ ഒരു റിജക്ഷൻ ഉണ്ടായോ, ആ മേഖലകളിൽ തന്നെ അതിന്റെ ഉന്നത നിലവാരത്തിൽ ഹല്ലേലൂയ മാറ്റിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അങ്ങനെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. ഹല്ലേലൂയ. ബുദ്ധി
ബുദ്ധിയെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആ വിശ്വാസത്തെ ഒന്നുകൂടി ഒന്ന് വർദ്ധിപ്പിക്കണം. ദിവാഘടകം ധുനകാരകനഘടക കന്താരകശ്യര വ്യക്തികളോട് ഇടപെടേണ്ടത് നമ്മളല്ല, സ്വർഗത്തിലെ ദൈവമാ. വ്യക്തികളോട് ഹല്ലേലൂയ, വ്യക്തികളുടെ ഹൃദയത്തിൽ ഇടപെടേണ്ടത് മനുഷ്യന് കഴിയത്തില്ല, പക്ഷെ വ്യക്തികളുടെ ഹൃദയത്തിൽ ഇടപെടുവാൻ ദൈവത്തിന് കഴിയും. ദീപാരകം ശാരകം ദിഗാനഘടക ശിഖനഘടക ഹത്തര ദിഗനഘടക ഒന്ന് നോക്കണമേ. ഹല്ലേലൂയ, വളരെ വ്യത്യസ്തമായ സാഹചര്യ പശ്ചാത്തലങ്ങൾ ഇന്നലെയും ഹല്ലേലൂയ ഇന്നുകളിലുമുണ്ട്. ഹല്ലേലൂയ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഉണ്ട്. ഹല്ലേലൂയ, പക്ഷേ ഹല്ലേലൂയ വചനം തരുന്ന ഒരു ഉറപ്പുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ബലം ധരിക്കുവാൻ, മഹിമ ധരിക്കുവാൻ, പ്രമാണത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, ഹല്ലേലൂയ ദൈവവചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ റെഡിയാകുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി, ഹല്ലേലൂയ ഒരു ദൈവദാസിക്കല്ല ദാസിന് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എപ്പോഴാണെന്നറിയാമോ ഈ പ്രവൃത്തി? ഭാവിയിൽ, നാളെയുടെ കാലഘട്ടത്തിൽ. നോക്കണമേ, നാം ബെഥാനിയിൽ ലാസറിന്റെ കുടുംബത്തെ നാം പഠിക്കുമ്പോൾ അവിടെ രണ്ട് സഹോദരിമാരെ നാം കാണുന്നുണ്ട്, മാർത്തയെന്നും മറിയയെന്നും പേരായ. അവരുടെ ജീവിതത്തിൽ ഒരു വേർപാട് സംഭവിച്ചു കേട്ടോ. പക്ഷെ ആ വേർപാട് താൽക്കാലികം മാത്രമായിരുന്നു. ആ ലാസർ പിന്നെയും മരിച്ചു. എന്നാൽ ആ സമയത്ത് അവർക്ക്, ആ കുടുംബത്തിന് അത്താണിയായിരുന്ന ലാസർ അവിടെ ഉണ്ടാകണമെന്ന് ആ സഹോദരിമാരുടെ ആവശ്യത്തെക്കാൾ ഉപരി അത്യാവശ്യമായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവരുടെ കണ്ണുനീരിനെ ആ ദേശത്ത് കാണുവാൻ ഇടയായി. ആ ബദാന്യ മുഴുവൻ കാണുന്ന നിലവാരത്തിൽ ഒരു അത്ഭുതം അവിടെ നടന്നു കേട്ടോ. അവരുടെ പാസ്റ്റ് എന്ന് പറയുന്നത് യേശു കർത്താവിനെ വളരെയധികം സ്നേഹിച്ച, ആദരിച്ച ഒരു കുടുംബമാ. അവരുടെ പ്രസന്റ് എന്ന് പറയുന്നത് മരണ വീടാണ്. അവരുടെ പ്രസന്റ് ഘട്ടം എന്ന് പറയുന്നത് മരണ വീടാണ്. ഹല്ലേലൂയ, തന്റെ സഹോദരൻ വേർപെട്ടു പോയ അവസ്ഥയാ, സെമെട്രിയുടെ അനുഭവമാ. ഹല്ലേലൂയ, കല്ലറക്കൽ നിൽക്കുന്ന അനുഭവമാ കേട്ടോ. എല്ലാവരും അവരുടെ മുമ്പിൽ നോക്കിയാ നിൽക്കുന്നത്. ഇവർക്കിനി നെക്സ്റ്റ് എന്ത്? ഇവർക്കിനി അടുത്തത് എന്താ സംഭവിക്കുന്നത്? ഇവർക്കിനി അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ നോക്കണമേ, അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ സെമെട്രിയുടെ മുമ്പിൽ, ആ കല്ലറയുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു നാളേക്കായി ഒരു പുഞ്ചിരി തൂകാൻ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം അവർക്ക് നൽകുകയാണ്. നോക്കണമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെയാകട്ടോ മാന്യത വരുന്നത്. രൂത്തിനെ വെറുതെ ഒന്നുമല്ല ദൈവം ആ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് കേട്ടോ. ഒരു ബോവസിന്റെ വയൽ അവൾക്ക് വേണ്ടി അവിടെയായിരുന്നു ദൈവം ഒരുക്കി വെച്ചിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. 4 ദിവസം ലാസറിനെ വൈകിപ്പിച്ചത് ആ ദേശക്കാര് മുഴുവൻ കാണുന്ന ഒരു അത്ഭുത പ്രവൃത്തി അവിടെ നടക്കണം. അതിനു വേണ്ടിയാ കേട്ടോ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഡിലേ വരുന്നുമെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, തലമുറകളോടുള്ള വിഷയത്തിൽ, ചില യാത്രകളോടുള്ള ബന്ധത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ, ചില ഡിലേ നല്ലതിനാണ്. ഹല്ലേലൂയ, ഭാവിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്ന്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രത്യേക അവസ്ഥയ്ക്കകത്തുകൂടി ഹല്ലേലൂയ കൊണ്ടുപോകുവാൻ വേണ്ടിയാ. ദിവാരക ശാരകേ ദിഗമനഘടകം ധൂലൽ ഗമന എന്നെ കാണിക്കുന്ന ഒരു കാര്യം എന്നെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന ഇങ്ങനെ കേട്ടോ. ഒരു പ്രത്യേക രാജ്യത്തേക്ക് പോകുവാൻ ഒരു പൈതൽ ആഗ്രഹിക്കുകയാ. എന്നാൽ അതിന് കുറെ ഡിലേ വരുന്നു. പക്ഷെ അവിടെ ഒരു പ്രയാസഘട്ടം നേരിട്ടതായിട്ട്, ആ രാജ്യത്ത് ഒരു പ്രയാസഘട്ടം നേരിട്ടതായിട്ട് പിന്നീട് അറിയുന്നു. അങ്ങനെ ഒരു സാഹചര്യം കേൾക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ആരോടാണെന്ന് എനിക്കറിയില്ല. ദൈവീത് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം. ദ്വിഭാരക ശാരകേ ദിഗമനഘടക എന്നെ കാണിക്കുന്ന ഇങ്ങനെയാ, ഒരു രാജ്യത്തേക്കുള്ള യാത്ര. ആ യാത്രയ്ക്കകത്ത് ഇങ്ങനെ ഡിലേ വന്നുകൊണ്ടേ ഇരിക്കുകയാ. പക്ഷെ നിങ്ങളോട് പറയുന്നത് വിഷമിക്കൽ. ആ സ്ഥലത്തേക്ക് നിങ്ങളെ ഇപ്പോൾ അയക്കാതിരിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ഒരു സ്ഥലത്ത് എന്തോ ഒരു സംതിങ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എഗനിസ്റ്റ് ആയിട്ട് അവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കാനിരിക്കുന്നത് പിന്നീട് നിങ്ങൾ കേൾക്കും, അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. വിഷയം നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഋഗാധികാനകം ശാന്ത
ഷാന്തരം ജാനകാധിപ റീഖാരക ശേരകേ ദിഗനഘടക. എന്നാൽ ഹാലേലൂയ നമ്മുടെ ഭാവി കാലങ്ങളിൽ ചില പ്രോമിസുകൾ, ചില വാക്തത്വങ്ങൾ നമ്മുടെ കയ്യിലേക്ക് നൽകി തരാതിരിക്കാൻ തക്കവണ്ണം ശത്രുവിന്റെ പദ്ധതികളെ നാം തിരിച്ചറിയണമെന്നൊരു വലിയ ആഹ്വാനം കൂടി നൽകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി കൂടി വന്നിരിക്കുന്നവരോട് ഇടപെടുക. നോക്കണമേ, വചനത്തിൽ പറയുന്നത് എന്താ? പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഇവിടെ നാം രൂത്തിന്റെ പുസ്തകത്തിൽ നാം പഠിച്ചു, രൂത്ത് ദൈവാശ്രയ ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു സിസ്റ്റർ ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവികമാകുന്ന വിടുതലുകളൊക്കെ ഭാവി കാലത്ത് സംഭവിക്കണമെങ്കിൽ നാം ദൈവാശ്രയ ബോധത്തോടെ ആയിരിക്കണം. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുവാൻ ധാരാളം ഘടകങ്ങൾ വരും കേട്ടോ. ഒരുപക്ഷെ നമ്മുടെ കുടുംബം എപ്പോഴും നമുക്ക് അനുകൂലമല്ലായിരിക്കാം. നമ്മൾ കയറി ചെന്ന ഭവനമോ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ജോലി മേഖലയോ നാം ആയിരിക്കുന്ന രാജ്യത്തിന്റെ പശ്ചാത്തലമോ നാം താമസിക്കുന്ന പ്രദേശത്തിന്റെ അയൽപക്കങ്ങളുടെ സാഹചര്യമോ വ്യക്തികളോ ഒരുപക്ഷെ നമുക്ക് അനുകൂലമായില്ലെന്ന് വരും. പക്ഷേ ആ അനുകൂലമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഹല്ലേലൂയ ഉറച്ചു നിൽക്കുവാൻ കഴിവുള്ളവർക്ക് വേണ്ടിയാകട്ടോ ദൈവകരം ചലിക്കുവാൻ പോകുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ നിർത്തുന്നത് ദൈവമാ, എനിക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത് ദൈവമാ, മുമ്പിലുള്ള വഴികളെ കാണിച്ചു തരുന്നത് ദൈവമാ, എന്റെ ആത്മീയ ഭാവി എന്ന് നിർണയിക്കുന്നത് ദൈവമാ. ഹല്ലേലൂയ, ഒരുക്കപ്പെടാൻ റെഡിയാണെങ്കിൽ, ഹല്ലേലൂയ സമർപ്പിക്കുവാൻ റെഡിയാണെങ്കിൽ, ഹല്ലേലൂയ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചില സമർപ്പണ ബോധങ്ങളുടെ കുറവ്. നാം ദിനവും സേവാന്റിയുടെ മീറ്റിംഗിൽ എല്ലാ ബുധനാഴ്ചയും കയറുന്നുണ്ട്, വചനങ്ങൾ കേൾക്കുന്നുണ്ട്, വിവിധ ദൈവദാസിമാരെ വചനങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ, എല്ലാം ശരിയാ. പക്ഷേ ദൈവാത്മാവ് ഈ മിനിസ്ട്രിയോട് ആകമാനം പറയുന്നുണ്ട് ഒരു പൂർണ്ണ സമർപ്പണം. ഹല്ലേലൂയ, ഒരു പൂർണ്ണ സമർപ്പണം. ഹല്ലേലൂയ, ഈ വയലിൽ ഒരു പൂർണ്ണ സമർപ്പണത്തിന് റെഡിയാണെങ്കിൽ ഈ വയലിനകത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചില ദൈവ പ്രവർത്തികളുണ്ട് കേട്ടോ. ഈ വയലിൽ നിന്ന് തന്നെ, ഞാൻ പറഞ്ഞത് ഈ ആത്മീയ വയലിന്റെ കാര്യം കേട്ടോ, ഈ ആത്മീയ വയലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചില ദൈവ പ്രവർത്തികളും ചില വിടുതലുകളും ഉണ്ട് കേട്ടോ. അബ്രഹാമിനെ ഓർത്തൊരു ദൈവം തന്റെ കുടുംബത്തോടും ഹല്ലേലൂയ കരുണ കാണിച്ചൊരു ദൈവം. നോക്കണമേ, നാം ഹല്ലേലൂയ വേദപുസ്തകം പഠിക്കുമ്പോൾ റാഹേലിനെ ഓർത്തു, പല സ്ത്രീകളെ ദൈവം ഓർത്തതായിട്ട് ഈ വചനത്തിൽ നാം വായിക്കുന്നല്ലോ. അപ്പൊ നോക്കണമേ, അപ്പൊ നമ്മളെ ഓർക്കുന്ന ദൈവം, അപ്പൊ നമ്മൾ ചിന്തിക്കും ദൈവം മറക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഓർക്കുക എന്ന വാക്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഹല്ലേലൂയ ദൈവം നമ്മെ അത്രത്തോളം ആ ഡെപ്തിൽ അറിയുന്നു. അല്ലെ, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാകുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. എത്ര പേർക്ക് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പറയാൻ സാധിക്കും, എന്റെ ദൈവം എന്റെ ഭാവി ഓർക്കും. ഇന്നലകളിൽ ഞാൻ കണ്ണുനീരൊഴുക്കിയ, ഇന്നലകളിൽ ഹല്ലേലൂയ എന്നെ കുത്തുവാക്ക് കേൾപ്പിച്ച, എന്റെ കുടുംബം പോലും എന്നെ മനസ്സിലാക്കാത്ത വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു പുഞ്ചിരി ഇടുന്ന ഒരു കാല, ഹല്ലേലൂയ എന്നെ ഓർക്കുന്ന ഒരു കാല എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ നൽകി തരുമെന്ന് എത്ര പേർക്ക്, എത്ര സഹോദരിമാർക്ക് മീറ്റിംഗിനായിരിക്കുന്ന എത്ര പേർക്ക് സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും, എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ ഓർക്കും. ഹല്ലേലൂയ, എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ ഓർക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ആരോർത്തില്ലെങ്കിൽ എന്റെ ദൈവം എന്നെ ഓർക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷെ നിന്ദിക്കാനും പരിഹസിക്കാനും ഹല്ലേലൂയ കുത്തുവാക്കുകൾ കേൾക്കാനും ധാരാളം പേര് വന്നാല് എന്നെ ഓർക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണമേ, സദൃശ്യവാക്യം തന്നെ 31 അധ്യായം തന്നെ 30 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഏകോപ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അപ്പൊ സഹോദരിമാരെ, നാം പ്രശംസിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ പ്രശംസിക്കണമെങ്കിൽ അത് ലോകത്തിന്റെ എന്തെങ്കിലും കഴിവുകളോ അല്ലെങ്കിൽ അതൊക്കെ നേടുമ്പോൾ
നമുക്കൊരു പ്രശംസ ലഭിക്കാറുണ്ട് അല്ലെ, റിവാർഡ്സ് ലഭിക്കാറുണ്ട്, നമുക്ക് ട്രോഫി, നമുക്ക് മെമന്റോ, മെഡലുകൾ, ഷീൽഡുകൾ ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അത് ലോകത്തിന്റെ പ്രശംസയാ, ലോകം അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ്. എന്നാൽ അതിൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ അംഗീകരിക്കണമെങ്കിൽ അതിലെ ദൈവത്തോടുള്ള ഭക്തി നമുക്ക് ആവശ്യമാ. ഈ വേദപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്ത്രീകളെ നമുക്ക് എടുത്തു നോക്കുവാൻ സാധിക്കുന്നു. ഈ സ്ത്രീകളൊക്കെ അവരുടെ ജീവിതത്തിൽ, അവരുടെ ഭാവി കാലത്തിൽ എന്തെങ്കിലും ഒരു നിലവാരത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെ ദൈവികമാകുന്ന വിടുതലുകളെ, അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ദൈവാശ്രയബോധവും ദൈവത്തോടുള്ള ഭക്തിയുമാണ്. ഹല്ലേലൂയ. അവരുടെ ബലവും മഹിമയും എല്ലാം. അപ്പൊ തന്നെ നാം വായിച്ചു, മഹിമ അവളുടെ ഉടുപ്പ്. അപ്പോൾ സാമർഥ്യമുള്ള ഒരു സ്ത്രീയുടെ ഉടുപ്പായി നാം കണ്ടു മഹിമ. ആ മഹിമ എന്ന് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ, ആ ദൈവത്തോടുള്ള ആശ്രയം, ദൈവത്തോടുള്ള ഭക്തി. ഹല്ലേലൂയ. എവിടെ നിന്നാണ് മഹിമ പുറപ്പെടുന്നത്? എവിടെ നിന്നാണ് ഒരു സ്ത്രീയുടെ മഹിമ നമ്മൾ അറിയുന്നത്? അവരുടെ സ്വഭാവത്തിലൂടെ, അവരുടെ പെരുമാറ്റത്തിലൂടെ, അവരുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ, ദൈവാശ്രയ ബോധത്തിൽ, പ്രാർത്ഥനയിൽ അവർ അവരുടെ കുടുംബത്തെ നിലനിർത്തുമ്പോൾ, ദൈവാശ്രയ ബോധത്തിൽ അവർ തന്റെ തലമുറകളെ വളർത്തുമ്പോൾ, ഹല്ലേലൂയ, തന്റെ ഹല്ലേലൂയ കൂട്ടുദാസന്മാരെ ദൈവകൃപയിൽ ആശ്രയിച്ചവരെ കരം പിടിക്കുമ്പോൾ, അവർക്ക് താങ്ങായി മാറുമ്പോൾ, ആ കുടുംബത്തിനും മക്കൾക്കും, അവരായിരിക്കുന്ന സഭയ്ക്കും സമൂഹത്തിനും, അവരായിരിക്കുന്ന എല്ലാ ചുറ്റുപാടുകൾക്കും അവർ ഒരു താങ്ങായി മാറുമ്പോഴാണ് ആ മഹിമ, അവരുടെ അവരുടെ ആ നേട്ടം, അല്ലെങ്കിൽ അവരുടെ ആ പ്രശംസ അവിടെ പുറത്തു വരുവാൻ ഇടയായി തീരുന്നത്. പ്രിയ സഹോദരിമാരെ, നമുക്ക് ധാരാളം സാരികളും ചുരിദാറും, അല്ലെങ്കിൽ നമുക്ക് ധാരാളം വസ്ത്രങ്ങൾ നമുക്ക് ഉണ്ട് അല്ലെ. നമുക്ക് ആ വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഭാഗ്യമായി നാം അണിയുന്നതാ. പക്ഷെ ആന്തരികമായി അണിയേണ്ട ഒരു വസ്ത്രമുണ്ട് കേട്ടോ. ഈ ദൈവത്തിന്റെ കൃപ, ഈ ദൈവാശ്രയബോധം, ഈ ദൈവത്തിന്റെ ഭക്തി. ഹല്ലേലൂയ. ഇവിടെ സദൃശവാക്യത്തിൽ ശലോമോൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അപ്പോൾ ബുദ്ധിയുള്ള, സാമർഥ്യമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവൾക്ക് ജ്ഞാനമുണ്ട്. അപ്പൊ തന്നെ ഹല്ലേലൂയ, അതിന്റെ ആ ജ്ഞാനമുണ്ടെന്നുള്ളതിന്റെ ആരംഭം എന്താണ്? ദൈവത്തോടുള്ള ഭക്തി. ഈ വാക്യങ്ങളെല്ലാം നാം ചേർത്ത് വെച്ച് വായിച്ചാലും പഠിച്ചാലും ധ്യാനിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഭാവിയിൽ ഓരോ ഒരു പ്രോമിസ് നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ, ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവിക വിടുതൽ, ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണമോ, നാം ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കണം. ബലം, മഹിമയും നമ്മളുടെ ഉടുപ്പായി നാം ധരിക്കണം. നമ്മുടെ ആത്മീക ഒരു വസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭക്തിയും ദൈവാശ്രയ ബോധവും ദൈവത്തിന്റെ കൃപയുടെ ജ്വലനവുമായിരിക്കണം. അതാണ് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിലും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങളെ, നമ്മുടെ ആത്മ മേഖലയ്ക്ക് വേണ്ടി, ആത്മീക വയലിൽ ധാരാളം കാര്യങ്ങളെ ചെയ്യുവാൻ, അനേകർക്ക് താങ്ങും പ്പെട്ട് കിടക്കുന്ന അനേക പേരെ കൈപിടിച്ചുള്ള ദൈവത്തിന്റെ കൃപയും വിളിയും ഇതിനകത്തിരിക്കുന്ന ഭൂരിഭാഗം പേരുടെ മേലും ദൈവം പകർന്നിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്നതിലാ കേട്ടോ കാര്യം ഇരിക്കുന്നത്. ഈ വിളക്ക് ഈ മെഴുകുതിരി ഇതിങ്ങനെ ഇവിടെ ഇരുന്ന് ഇത് കത്തിക്കാതിരുന്നാൽ ഇതിനകത്തു നിന്ന് പ്രകാശം എന്താ എനിക്കിപ്പൊ ലഭിക്കത്തില്ല. എന്നാൽ ഇത് നാം കത്തിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഇതിൽ നിന്ന് ഒരു പ്രകാശം ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ, നാം അത് ഉപയോഗിക്കുന്നതില്ല കാര്യം. എത്ര പേർക്ക് അത് മനസ്സിലായി? നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബുധൻ കഴിഞ്ഞ അടുത്ത ബുധൻ വരെയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ വിവിധ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നവരായിരിക്കാം, വിവിധ ആത്മീക കൂടിവരവുകളൊക്കെ ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു ന്യൂനപക്ഷമെങ്കിലും ആളുകളോട് ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെയും പല വിഷയങ്ങൾ വരുമ്പോൾ ഡൗൺ ആയി പോയാൽ, പുഞ്ചിരി തൂക്കേണ്ടടുത്ത് പുഞ്ചിരിക്കാതെ മുഖം വാടിയിരുന്നാൽ ദൈവം ഒരുക്കാൻ പോകുന്ന പദ്ധതികളെ ആർക്കും കാണാൻ സാധിക്കത്തില്ല. ദൂത് കേട്ടെങ്കിൽ ആ ദൂതിനെ ആര് പറയുന്നു എന്നതിലല്ല, അത് വചനത്തിൽ നിന്നത് പറയുമ്പോൾ അതിനെ ഏറ്റെടുത്ത് എന്റെ ഭാവി കാലത്തിന് വേണ്ടി, എന്റെ ഭാവി
ഭാവി കാലത്ത് എനിക്ക് വരുവാനുള്ള സമയങ്ങളിൽ, വരുവാനുള്ള ദിവസങ്ങളിൽ പ്രാപിക്കേണ്ട ചിലതിനെ എന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ബോധത്തോടു കൂടി സമർപ്പിക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങളെ ചെയ്യുക. അല്ലെങ്കിൽ ചില ശത്രുവിന്റെ കോട്ടകളെ സ്വർഗത്തിലെ ദൈവം ഇടിച്ചു കളയും. എത്ര വലിയ തടസ്സമായി നിൽക്കുന്ന വിഷയമാണെങ്കിൽ അല്ലെങ്കിൽ ഇനി അത് നിങ്ങളുടെ കൈ തരത്തില്ല, ഇത് കഴിഞ്ഞു എന്ന് പറയുന്ന വിഷയമാണെങ്കിൽ പോലും അത് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൈവശം അത് നൽകി തരുവാൻ ഇടയായിത്തീരും. ചില അധികാരികളെ നിങ്ങളോട് തിരിക്കും, ചില അധികാരികളുടെ ഹൃദയത്തെ നിങ്ങളോട് തിരിക്കും കേട്ടോ. അധികാര ഘടകം ശന്തൽ ഗിമി ഹസ്തര ജഗന ഘടക റിഖേന ഘടക ഷാര ദിഗല ഘടക സ്വർഗത്തിലെ ദൈവം ശക്തമായി പറയുക. തിങ്കളാഴ്ചക്കകം ചില വിഷയങ്ങൾ റെഡിയാകാൻ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കാണുന്നു, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഫ്രീസ് ആക്കി വെച്ചുകൊണ്ട്, നിങ്ങളുടെ ബുദ്ധിയിലെ ചിന്തകളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് ഹാലിൽ നിന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ റെഡിയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു. ചില അധികാരികളുടെ നിങ്ങളോട് തിരിക്കും. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ ഹൃദയത്തെ പോലും തിരിക്കുവാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ ആദർശകരം ആ വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യും. ഘടകം ജുനകാരക ചില കോളുകൾ നിങ്ങളെ വിളിക്കും. ഹല്ലേലൂയ. റബാധികാരക ശേരെ ദിഗനഘടക ചില രേഖകൾ നിങ്ങളുടെ കൈവശം എടുത്തു തരും. റിബേ ഹസ്തര ജഗനഘടക ഷാരൽ ഗമാധികാരഘടക അന്തൽ മനാഘടകം ജുനഘടക ശേരെ ദിഗാനഘടക. ലിൻസിമോൾ തോമസ് ദൈവാത്മാവ് പറയുന്നു, ഒരു വീടെന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്നു. റിഗേരകാനകം ദീകർ ഗമനഘടകം ശേരെ ദിഗമാലക അന്തൽ ഗിനി ഹസ്തര ജഗശേരെ ഘടക. എന്നാൽ ഇന്ന് വിശ്വാസത്തോടുകൂടി ഇതിനകത്ത് സമർപ്പണ ബോധത്തോടുകൂടി ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയ ദാസിയെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഭാരം കർത്താവ് ഇന്ന് പകൽ എടുത്തു മാറ്റിയിരിക്കുകയാ. ആ വിഷയം സ്വർഗത്തിലെ ദൈവം സീല് വെച്ചിരിക്കുകയാ. അല്ലെങ്കിൽ ഇനി അധികാരി വെച്ചാ മതി കേട്ടോ, ഈ ലോകത്തിന്റെ അധികാരി വെച്ചാ മതി. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അതിനകത്ത് സീല് വെച്ചിട്ടുണ്ട്. റിബാധികാരക ശേലെ ദിബേ രഗനഘടക അന്തൽ ഗമനഘടക. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആ വിഷയമില്ലേ, അതിനകത്ത് സ്വർഗത്തിലെ ദൈവം സീല് വെച്ച് കഴിഞ്ഞു. ദിബാനി ഹന്തലി ജഗനഘടക ദീപർ ഗമാരക ഷാരേ ദിഗാനി ഘടകി അന്തർജാനക ദിഗാരക ശേലെ റിബല ഘടക അന്തി ജഗ ഷാരകെ ദിഗമാരക ശേരെ ദീപൽ ഗിമി ഹസ്തര ജിഗണ ഘടക ശാന്തർ മനാരഗണ ഘടക ശേരെ ദിഗന ഘടക. ഒരു ബോൾ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടി വിടുമ്പോ അത് അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചിങ്ങനെ ഉരുണ്ടു വരുന്ന ഒരു കാഴ്ച. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇതുവരെ വന്ന അനുഭവം എന്ന് പറയുന്നത് ആ ഫോഴ്സ് ചെയ്ത് വിട്ടതിനേക്കാൾ സ്പീഡില് അത് തിരിച്ചു വന്നു. എന്ന് വെച്ചാൽ അത് ഫലം കാണാതെ അത് തിരിച്ചു വന്നു. അത് നെഗറ്റീവായിട്ട് ചില വിഷയങ്ങളെ എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ ഉണ്ടാക്കിയെങ്കിൽ ഇനി പ്രിയദാസിയോട് കരയേണ്ട, പ്രിയ ലിൻസിമോൾ തോമസ് കരയേണ്ട. ഇനി ദൈവം അതിനകത്ത് സീല് വെച്ച് കഴിഞ്ഞു, ദൈവം അതിനകത്ത് നീക്കുപോക്ക് വെച്ച് കഴിഞ്ഞു. രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ കണ്ടപ്പോ ദാനിയേൽ കരയാൻ പോയില്ല കേട്ടോ പ്രിയദാസി. ഹല്ലേലൂയ. മുറിക്കകത്ത് കയറി വാതിലടച്ച് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദൈവസ്ഥാനത്തിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ ദാനിയേലിന് വേണ്ടി രേഖ തിരുത്തി എഴുതിയെങ്കിൽ പ്രിയദാസിയെ നിങ്ങൾക്ക് വേണ്ടി ചില രോഗങ്ങളുടെ രേഖ ദൈവം തിരുത്തി എഴുതും കേട്ടോ. ചില മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പോലും തിരുത്തി എഴുതുവാൻ ദൈവത്തിന് കഴിയും. എനിക്കറിയത്തില്ല ആന്റി, എനിക്കറിയത്തില്ല, പക്ഷെ ദൈവാത്മാവ് ശക്തമായി പറയുകയാ. ജിബാദി ഹസ്തരേ ജഗനഘടക ഡോക്ടർമാരുടെ സീലുകളെ പോലും മാറ്റുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. പെർമനന്റ് ആയിട്ടുള്ള ചില മെഡിസിനുകളെ പോലും ഇനി ആ മെഡിക്കൽ സ്റ്റോർ കയറി ഇറങ്ങാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ചില രോഗങ്ങൾ ഹല്ലേലൂയ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ച റാഫയായ യഹോവ റാഫയായ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര പ്രിയദാസി ഇന്ന് ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ റൂമിനകത്ത് തൊട്ടുകൊണ്ടിരിക്കുകയാ. ദിബിഹന്തര എല്ലാവരും ആ ദാസിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. റിബാധികാനക ഷാരേ ലഗനഘടക ഹന്ത
രമരഘടക ഹാലയിലൊന്ന് ആരാധിക്കുവാൻ പോലും കഴിയാതെ, ശരീരത്തിനകത്ത് ഒരു റിലീസ്മെന്റ് പോലും ഇല്ലാതെ ഹാലിൽ ഞെങ്ങി ഞെരങ്ങി ഹാലിൽ ഏങ്ങി വലിഞ്ഞു ഒരു ആമയെ പോലെ എന്നെ കാണിക്കുന്ന എങ്ങനെ ആമയെ എങ്ങനെയാ പതിയെ പതിയല്ലേ നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഹാലിൽ പല കാര്യത്തിലും സ്ലോ ആയി. പക്ഷെ ദൈവാത്മാവ് പറയുന്നു ഇനി സ്ലോ ഇല്ല കേട്ടോ, ഇനി സ്ലോ ഇല്ല. ആ ശരീരത്തിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയോട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്നെ ആരൊന്ന് റിലീസാക്കും. 38 വർഷമായി ബെഥെസ്ദയിൽ ഒരുവൻ കിടക്കുകയാ കേട്ടോ. ഹാലയിൽ ഒരു രോഗി കിടക്കുകയാ. അവൻ അവിടെ ആരെയും കാണാഞ്ഞിട്ടല്ല കേട്ടോ, ദൂതൻ വന്ന് ആ കുളം കലക്കാഞ്ഞിട്ടും അല്ല കേട്ടോ, പക്ഷെ അവന്റെ വിടുതൽ കർത്താവ് നേരിട്ട് വന്നായിരുന്നു. പ്രിയദാസി, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നാളുകളായി ഹാലേലൂയ നിങ്ങളുടെ ശരീരത്തിനകത്ത് നിങ്ങളെ ഹാലിൽ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ഹാലിൽ ഒരു സൂചി കുത്തും പോലെ നിങ്ങളെ കുത്തിക്കൊണ്ടിരിക്കുന്ന ചില രോഗമണ്ഡലങ്ങൾ ജീവനേധികാനഘടക എന്നെ കാണിക്കുന്ന ഇങ്ങനെയാകട്ടെ. ഈ കഴുത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ച. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ഓൾമൈറ്റി ജീസസ്. ഉറവാധികാരക ശാന്തരേ ജീവലഘടക നിങ്ങൾക്ക് വേണ്ടി ശത്രു എഴുതിയ മരണരേഖ ഇങ്ങനൊരു വചനം ദൈവാത്മാവ് ദാസിയോട് പറയാൻ എന്നോട് പ്രേരിപ്പിക്കുന്നു. അനവധി കഷ്ടങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. വീണ്ടും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വീണ്ടും മുഴങ്കാൽ മടക്കി ഈ ദിവസങ്ങളിൽ വിടുതലിന്റെ മഹത്വങ്ങൾ ഇനിയും ഇന്ന് ഈ ദിവസങ്ങളിൽ കാണുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രിയദാസിയെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, പ്രിയ ദൈവജനമേ, നമ്മുടെ കുടുംബങ്ങളുടെ ഭാവി ഓർത്ത് പുഞ്ചിരിക്കുവാൻ, നമ്മുടെ തലമുറകളുടെ ഭാവി ഓർത്ത് പുഞ്ചിരിക്കുവാൻ, ഹല്ലേലൂയ നമ്മുടെ മുമ്പോട്ടുള്ള കാര്യാദികളെ ഓർത്ത് പുഞ്ചിരിക്കുന്ന ഒരു കാലഘട്ടം ദൈവം നമുക്ക് തരും കേട്ടോ. ആ ബലത്തെ മഹിമയും നമുക്ക് ധരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. സന്തോഷത്തോടു കൂടി കർത്താവ് തരുന്ന ആയുസോളം ആരോഗ്യത്തോള് സന്തോഷത്തോടു കൂടി ഹല്ലേലൂയ മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ കൃപ നൽകും. ആര് നമുക്ക് ഹല്ലേലൂയ ഒരു കൈത്താങ്ങലേകിയിലും ആര് നമ്മളെ ഒന്ന് പുറകിൽ നിന്നൊന്ന് തള്ളി വിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മെ താങ്ങുന്ന ഒരു ദൈവകരമുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർ മാത്ര, അതിൽ ആത്മാവിൽ അത് അറിഞ്ഞവർ മാത്ര കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേട്ടെ. ഹല്ലേലൂയ. എങ്ങനെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയും പ്രിയരെ? ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറയോട് പോലും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. അവരുടെ മനസ്സിനെ പോലും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. അതിൽ കുരുടായിട്ടിരിക്കുന്ന ദൈവാത്മാവ് പറയുന്നു, ചില കുരുടായിട്ടിരിക്കുന്ന ചില ഹൃദയങ്ങളോട് പോലും ഇടപെടുവാൻ ദൈവത്തിന് കഴിയും. പ്രിയദാസിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു അഭിഷേകത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ശക്തി പ്രിയദാസിയുടെ മേലുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ജ്വലിപ്പിച്ചോ. അധികമധികമായി കർത്തൃനാമത്തെ മഹത്വപ്പെടുത്തുന്ന നിലവാരത്തിൽ ഒരു ജ്യോതിസിനെ പോലെ പ്രകാശിക്കുന്ന നിലവാരത്തിൽ എനിക്കാണ്ടി അറിയില്ല, പക്ഷെ പറയുന്നു കർത്തൃനാമത്തെ ഉയർത്തുന്ന നിലവാരത്തിൽ, അനേകരോട് കർത്താവിന്റെ വചനത്തെ പകരപ്പെടുന്ന നിലവാരത്തിൽ, അനേകർക്ക് പ്രാർത്ഥന അനുഗ്രഹമാക്കുന്ന നിലവാരത്തിൽ, ചില കുരുടുള്ളവരുടെ ഹൃദയങ്ങളെ തുറക്കുന്ന നിലവാരത്തിൽ ആ പ്രാർത്ഥനയ്ക്ക്, ആ അധരങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ അധരത്തെ കർത്താവ് അതിനായിട്ടാണ് നിയോഗിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ശുശ്രൂഷ, ആ അധരത്തിന്റെ ശുശ്രൂഷ ദൈവാ
പറയുന്നു, ആ അധരത്തിനൊരു ശുശ്രൂഷയുണ്ട് കേട്ടോ. ലിപി ഘടകം ചാരക, അതിലൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ, അതാവിൽ നിന്നൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ. ആ ശുശ്രൂഷയൊന്ന് ഏറ്റെടുക്കണ. സ്വയം ഒരു അനുഗ്രഹവുമാ, അപ്പോൾ തന്നെ അത് അനേകർക്കൊരു അനുഗ്രഹവുമാ. ദിവാനി ഘടകേ ദേരേ, കർത്താവ് തന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ വരത്തെ ജ്വലിപ്പിക്കണം. ദിബി ഹസ്താരികയും ജാനകേതികാരക അന്തരാജിപ്പൻ ശാരം ജഗനഘടക ധാരേലക ദീകൽ ഗനി ഹസരേ ജഗശാരക ദിഗമനഘടക ഹന്താലകന. ഒരു ഹാലയിൽ ഒരു പ്രാവ്, ഹാലയിൽ ഒടക്കിയിരുന്ന ഒരു പ്രാവിനെ, ഹാലയിൽ ശിഖരങ്ങൾക്കകത്ത് ഒടക്കിയിരുന്ന ഒരു പ്രാവിനെ ഹാലയിൽ വിടുവിച്ചു കൊണ്ടുവന്നത് പോലെയാ പ്രിയദാസിയെ വിടുവിച്ചു കൊണ്ടുവന്നതെന്ന് ഇന്നലെ സ്വർഗത്തിലെ ദൈവം എന്നെ കാണിക്കുന്നു. ദിവീഘടകം ജാനകേതിക അന്തക ജഗനഘടക ശേരേതിക. എന്താ ഈ പ്രാവ്? ഹാലയിലെ അത് പ്രാവ് എപ്പോഴും ഒരു നിർമ്മലതയെ കാണിക്കുന്നല്ലോ. ഹാലയിലെ കർത്തൃനാമത്തിന് വേണ്ടി പറക്കാൻ ഹാലയിൽ ദൈവം ആ പ്രാവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കുടുങ്ങിക്കിടക്കാനല്ല കേട്ടോ. ഹാലയിലൂയ ആ കുടുങ്ങിക്കിടന്ന ഇടത്ത് നിന്ന് പറക്കാൻ കഴിയാതെ ചിറകുകൾ ഹാലയിലൂയ കെട്ടപ്പെട്ട് കിടന്ന ഇടത്ത് നിന്ന് ദൈവം അവിടെ നിന്ന് റിമൂവ് ചെയ്ത് റിലീസ് ചെയ്ത് കൊണ്ടുവന്നത് ഹാലയിൽ പറക്കുവാൻ വേണ്ടിയാ. ഹാലയിലൂയ ശരീരത്തെ പ്രതി, ഹാലയിലു മനസ്സിനെ പ്രതി അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ദിവാരി ഹന്തക ജഗനഘടക നാവ് അധരം പ്രാർത്ഥനയ്ക്കായി പൊഴിയട്ടെ. അനേകർക്ക് വിടുതലാകുവാൻ ഹല്ലേലൂയ പൊഴിയട്ടെ. അനേക വചനങ്ങൾ അധരത്തിലൂടെ പുറത്തു വരട്ടെ. ദിവാനി ഘടകം ജുനകര ഘടകം ശാന്തൽ ഗിനി അത്തരാധികന ഘടക യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഓറബാധികാര വചനവുമായി നിൽക്കുന്നതിന്റെ കാഴ്ചയെ കാണിക്കുന്നു. ദീപാനഘടകം ശേരെ ദീപനഘടക കാലുകൾക്ക് വേഗത തരുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന്. ഹാലയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ബലം നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഹാലെ നമുക്കാണ്, നമ്മളാണ് ചിന്തിക്കുന്നത്, കർത്താവേ എനിക്കതിന് കഴിയുമോ? ഹാലയിൽ എനിക്കിനി ഹാലയിൽ സാധിക്കുമോ? എനിക്കിനി ശേഷിയുണ്ടോ? എനിക്ക് ആവതുണ്ടോ? പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുകയാ, യു ക്യാൻ ഡു ദാറ്റ്. ഓ ഇതിനകത്തിരിക്കുന്ന പലരെയും പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടാകട്ടോ ഇരിക്കുന്നത്. അല്പനേരം എല്ലാവരും മൗനമായി ഇരിക്കാതെ ഏകാഗ്രമായി ഇരുന്നു കൊണ്ട് ആലയിലെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരുന്നാട്ടെ. റബാധികാരക ശന്തകേതിക ഹസ്തകാധികനഘടക പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ചലനം ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ആകമാന ഊടാടിക്കൊണ്ടിരിക്കുന്ന റബി ഘടകം ജിനകരഘടക ഹന്താലകി ഹസ്തരേ ജിഗനഘടക. ഹാലിൽ അനേകർ കൊതിക്കുന്നുണ്ട്. മരുഭൂമിയിൽ ഒരു വേഴാമ്പൽ എങ്ങനെ മഴയ്ക്ക് കൊതിക്കുന്നത് പോലെ കർത്താവെ എനിക്കൊന്ന് ഉണരണം, എനിക്ക് ആത്മീയമായി ഒന്ന് ഉണരണം. ഹാലിൽ എന്റെ ശരീരത്തിന്റെ ഹാലേലൂയ കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയൊന്ന് മാറണം. എനിക്ക് റിലീസ് ചെയ്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കയറിട്ട് എങ്ങനെ കെട്ടിയോ അങ്ങനെ കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ എനിക്കുണ്ട്. അതെനിക്കൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആരോടെല്ലാമായി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ഇത് റിലീസിങ്ങിന്റെ ദിവസമാ. ജിബാധികാരകൾ ഇത് റിലീസിങ്ങിന്റെ ഡേയാ. ഇത് ഹാലയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരുന്ന ദിവസമാ. അല്ല ഈ ദിവസം ഇനിയും നിങ്ങൾ ഈ ദിവസം അതിന്റെ അടയാളം എന്നോണ് നിങ്ങൾ പല ദൈവിക ദൂതുകള് ദൈവവചനത്തിലൂടെ നിങ്ങളെ അത് വീണ്ടും ഇന്നത്തെ ദിവസം ഈ മെസ്സേജ് തീരുന്ന സമയങ്ങളിൽ ദൈവം നിങ്ങളെ അത് ഉറപ്പിക്കുമെന്ന് ചിലരോടായി ഒന്നും കൂടി ദൈവാത്മാവ് ഒന്ന് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രഭാധികാരക ശാരേതികമനഘടക അന്തരാജക ശാരകം ദിഗനഘടക അന്തലാറിക ദീപനാധികാരക ശാന്തരെ. ഇപ്പൊ നേരെ നമുക്ക് കണ്ണുകടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവമേ, നല്ല പിതാവേ, നല്ല വേലയ്ക്കായി നന്ദി പറയുന്നു കർത്താവ്. എന്റെ ദൈവം ഇത്രത്തോളം കൂടിയിരുന്നതിനായി നന്ദി. ഇതിനകത്ത് ജോയിനിങ് ചെയ്തിരിക്കുന്ന എല്ലാ പേരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അടിയനാരും പരിചിതമില്ലെങ്കിലും എന്റെ ദൈവം എല്ലാവരെയും കാണുന്നതിനായി സ്തോത്രം. ആഴയുടെ ആഴങ്ങളെക്കാൾ നിന്നുകൊണ്ട് ഹല്ലേലൂയ എന്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹാലയിലു വലിയ കൃപയിൽ അവരെ വീണ്ടും പൊതിയുമാറാകണമേ. അടിയനെ ബലപ്പെടുത്തിയതിനായി നന്ദി. ശുശ്രൂഷകളെ വീണ്ടും ആദരിക്കണം, പ്രാർത്ഥന കേൾക്കണം, മറുപടി അയക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ള എല്ലാ പേരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ അടിയനെ ഓർത്തും പ്രിയദാസിനെ ഓർത്തും ഞങ്ങളുടെ ശുശ്രൂഷകളേക്ക് ഓർത്തും പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ്
വിവചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയവും അവസരവും ഒരുക്കി തന്ന പ്രിയദാസി ഫെബെ ആന്റിയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് ഈ എബനേസർ മിനിസ്ട്രിയെ ആദരിക്കട്ടെ. അനേക രാജ്യങ്ങളുടെ, അനേക ഹല്ലേലൂയ പട്ടണങ്ങളുടെ, അനേക ദേശങ്ങളുടെ കെട്ടപ്പെട്ട് കിടക്കുന്ന ധാരാളം പേരുടെ ഇടയിലേക്ക് ഇതിന്റെ വാതായനങ്ങൾ സ്വർഗത്തിലെ ദൈവം വരും ദിവസങ്ങളിൽ തുറക്കുവാനിടയായി തീരും. എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? ആമേൻ. അതോർത്ത് വീണ്ടും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.